ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചിട്ടില്ല, നമ്മളിതിൽ ഒട്ടും എണ്ണ ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മളിത് ഓയിൽ ഒഴിച്ച് അതിൽ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അല്ലാതെ നമുക്ക് അതും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ബൺ ഷവർമയാണ് കേട്ടോ. ഷവർമ ബണ്ണാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിതിൽ എല്ലാം ഒന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് ചേർക്കുന്നത് ചിക്കൻ ചേർക്കുന്നുണ്ടെങ്കിൽ, ചിക്കനോ ബീഫോ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് വേവിക്കുക അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി ചെയ്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു കഷ്ണാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം. ടൈം ഉണ്ടെങ്കിൽ വെക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് വെച്ച ശേഷമാണ് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ മൊരിപ്പിച്ചെടുക്കണം എന്നില്ല കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ചെയ്തില്ലേ, അത് നേരെ നിങ്ങൾ ഒന്ന് വേവിച്ചെടുത്താലും മതി. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുക്കുക, അങ്ങനെ ചെയ്താലും മതി. നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ചിക്കൻ എങ്ങനെ ചേർക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആക്കി ചെയ്ത് നമ്മൾ പൊരിച്ചൊക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിതാ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ക്രഷാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പീസാക്കി വെച്ചാലും മതി കേട്ടോ. അപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാബേജാണ് വേണ്ടത്. ഒരു ലേശം ക്യാബേജ് ഞാനിതാ കാരണം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു പീസാക്കി ഇടുന്നതിലും നമുക്ക് കുറച്ചും കൂടെ കഴിക്കുമ്പോഴും നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു ക്യാരറ്റ് ഇതാ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ആ ഒരെണ്ണം ഫുള്ളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം ബണ്ണിൽ ഉണ്ടാവുമെങ്കിൽ അത്രയും ചെയ്യാം. കാരണം മക്കൾക്ക് നല്ല ഇഷ്ടമാവും ഇത് കഴിച്ചെന്ന്. നമുക്കിതിൽ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാനിതാ കുക്കുംബർ എടുത്തിട്ടുണ്ട്. ആ ഒരു കുക്കുംബറിൻ്റെ ഉള്ളിലത്തെ അരിയൊക്കെ ഞാനൊന്ന് കളയുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമുക്ക് വെള്ളം പോലെ വരുള്ളൂ നമുക്കത് ചേർക്കുമ്പോൾ കേട്ടോ. അപ്പം അതുകൊണ്ട് അത് ഒന്ന് മാറ്റിയിട്ട് ഞാനൊക്കെ കുക്കുംബർ ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ച് ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വലിയ പീസാവണ്ട, അതുപോലെ കനം കുറഞ്ഞിട്ടും അരിഞ്ഞു വെച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി ഒരു വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ കാബേജ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കാബേജിൻ്റെ പകുതിയായിരുന്നു കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഹെൽത്തി മയണൈസാണ്. നമ്മൾ കോഴിമുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാത്തുള്ള മയണൈസാണ് കേട്ടോ. നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്. അപ്പോൾ അത് ഞാനിതാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് മയണൈസ് ആക്കി കൊടുക്കും. പിന്നെ ഞാൻ ഇത്തിരി ലൂസാക്കിയിട്ടാണ് ആ ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഞാനിത് ഇതിൽ ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, വിട്ടുപോയതാണ് കേട്ടോ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ബണ്ണ് റെഡിയാക്കി വെക്കലും അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കി വെക്കലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കലും മാത്രം ചെയ്താൽ മതി. ആ ഒരു ഫില്ലിങ്സ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കൂല, അത് ചെയ്യണ്ട കേട്ടോ. കാരണം വെജിറ്റബിളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടും ഒരുപാട് ലൂസ് ഇങ്ങനെ വരും, വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ചെയ്യണ്ട, ചെയ്യുന്ന സമയത്ത് ചെയ്താൽ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്താൽ മതി. ഇനി ബണ്ണ് എടുത്തിട്ടുണ്ട്, ഞാൻ ചെറിയൊരു ബണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലത്തേതാ നമുക്കിതുപോലെ ഒന്നുകിൽ കൈ വെച്ചിട്ടൊക്കെ ഒന്ന് പിച്ചെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലത്തെ ഇങ്ങനെ കൂർത്ത കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കൈ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ടും പെട്ടെന്ന് തീർക്കാനും വേണ്ടി പറ്റുന്ന തോന്നിയിട്ടുള്ളത് കത്തി വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം കേട്ടോ. ആ ഒരു മുകൾ ഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ ഉള്ളത്തെ മൊത്തം മാക്സിമം നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അത് കത്തി വെച്ചിട്ടാണെങ്കിൽ അത് അപ്രവശത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോവരുത് കേട്ടോ, കീറി പോവാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുഴുവനും ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം അതിൻ്റെ ഉള്ളത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾ കളയേണ്ട, അത് നമുക്ക് ക്രംസിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് പലഹാരം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ക്രംസിൻ്റെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മയണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മയണൈസ് എത്രഞ്ഞ് കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല. നമ്മളിതിൽ ചേർക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ മയണൈസൊക്കെ കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊക്കെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും മയണൈസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യം ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് നമ്മൾ പാല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ അതിനുള്ളിൽ കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ചിലർക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമല്ല, പക്ഷെ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഇതാ അത്യാവശ്യം ഫില്ലിങ്സ് കൊള്ളുന്നുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള ബ്രെഡ് കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ആ ഒരു കത്തി വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഈ ഒരു ബണ്ണ് പൊളിഞ്ഞു പോവാതെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ദാ അതിൻ്റെ അത്യാവശ്യം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം മതിയിട്ട് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറൊക്കെ ഫില്ലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മയണൈസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കണ്ട, ഈസിയാണ്. നമുക്ക് എത്ര പെട്ടെന്ന് നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് കണ്ടല്ലോ. ആ ഒരു ബെണ്ണൊക്കെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ബെണ്ണിൻ്റെ ഉള്ളിലത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. വെജിറ്റബിൾസും റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഷവർമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിലൊക്കെ പൊരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എണ്ണയിലൊന്നും പൊരിക്കുന്നില്ല കണ്ടോ. അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ കുറച്ച് കൂടുതൽ ഫില്ലിങ് വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ഫോട്ടോത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതെല്ലാം നിങ്ങൾ ഉള്ളിൽ മാത്രം വെച്ച് കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും, ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് അവർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ പുറഭാഗത്തേക്കുള്ളതൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ബണ്ണ് വാങ്ങിയിട്ട് നിങ്ങൾ ഷവർമ ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് പറ്റാത്തവരുണ്ട്, അപ്പോൾ അവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിതിലൊന്നും ഓയിൽ ചേർത്തിട്ടുള്ള മയണൈസ് ഒന്നല്ല ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് മക്കൾ 2 എണ്ണോ 3 എണ്ണോ ഒക്കെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. വെജിറ്റബിൾസ് മക്കളുടെ വയറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതുതായിട്ട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാ റെസിപ്പിയും കാണുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.